2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള ITR ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 2025 ജൂലൈ 31-നുള്ളിൽ ITR ഫയലിംഗ് പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ സമയപരിധി നീട്ടിയിരിക്കുകയാണ്. I2TR ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31-ൽ നിന്നും സെപ്റ്റംബർ 15-ലേക്ക് മാറ്റിയതായി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് അറിയിച്ചു. ഈ തീയതിക്ക് ശേഷം ഫയൽ ചെയ്താൽ സെക്ഷൻ 234(f) പ്രകാരം 5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ 5000 രൂപയും താഴ്ന്ന വരുമാനക്കാർക്ക് 1000 രൂപയും പിഴ ചുമത്തും. വൈകിയതോ പുതുക്കിയതോ ആയ റിട്ടേണുകൾ 2025 ഡിസംബർ 31 വരെയും പുതുക്കിയ റിട്ടേണുകൾ 2030 മാർച്ച് 31 വരെയും സമർപ്പിക്കാവുന്നതാണ്. റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടിയിട്ടുണ്ടെങ്കിലും സെൽഫ് അസസ്മെന്റ് ടാക്സ് പേയ്മെന്റുകൾ ജൂലൈ 31-നകം പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം സെക്ഷൻ 234(a) പ്രകാരമുള്ള പിഴ ഈടാക്കിയേക്കാം. ആദായനികുതി വകുപ്പിന്റെ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്ത ITR ഫോമുകളുടെയും ഫയലിംഗ് സൗകര്യങ്ങളുടെയും ലഭ്യതയിൽ കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് കാലാവധി നീട്ടിയത്. ഇതിനു പുറമെ ഫോം 26AS, AIS എന്നിവയിൽ TDS ഡാറ്റ വൈകി പ്രതിഫലിപ്പിക്കുന്നത് നികുതിദായകർക്ക് വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നു. ITR 1-ഉം ITR 4-ഉം ഫയൽ ചെയ്യുന്നതിനായി ആദായ നികുതി വകുപ്പ് ഒരു പുതിയ എക്സൽ അധിഷ്ഠിത ഓഫ്ലൈൻ യൂട്ടിലിറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം നികുതിദായകർക്ക് ഒരു JSON ഫയൽ സൃഷ്ടിച്ച് ഫയലിംഗ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് റിട്ടേണുകൾ സാധൂകരിക്കാവുന്നതാണ്.